നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31 2024, ഈ വർഷത്തെ ഏറ്റവും അവസാന ദിവസം. നാളെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പോവാണ്, ജാനുവരി 1, 2025. അപ്പോൾ ഇന്ന് ഞാൻ റീഡിംഗ് എടുക്കാൻ പോകുന്നത് 2025 തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ ഓവറോൾ എനർജി നോക്കും. ഇതാണ് അവരുടെ ഓവറോൾ എനർജി. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ 1, 2, 3 ആദ്യത്തെ ചോദ്യം നമ്മൾ ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുക അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. പിന്നെ നോക്കുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്, ഇപ്പോൾ കറണ്ട് ഫീലിങ്സ്. അടുത്തത് നോക്കാൻ പോകണം തേർഡ് പാർട്ടിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും. ആ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഇപ്പോൾ 1, 2, 3 നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് എടുക്കണം. എന്താണ് നിങ്ങളുടെ ഈ പേഴ്സണും ഈ തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്ത ഒരു ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ എന്ത് ഓറക്കിൾ മെസ്സേജാണ് വരാൻ പോകുന്നത് ഭഗവാനെ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്, ഇവരുടെ കണക്ഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഭഗവാനെ. ഓക്കെ, കുറച്ചധികം കാർഡ്സ് മറിഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. നമുക്കിവിടെ കാർഡ്സ് വന്നേക്കുന്നത് എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പോൾ ഇവിടെ ഒരു പോസിബിലിറ്റി ഓഫ് എ ചേഞ്ച് ഓഫ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ പുതിയ എന്താവുമ്പോഴും എന്ത് കാര്യവും പുതിയതായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുന്നതിന് കൂടെ നമ്മൾ കുറച്ചും കൂടെ കോഷ്യസ് ആയിരിക്കണം, കുറച്ചും കൂടെ അലേർട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ്, കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. It's the right time to accept your mistake and put your efforts in correcting those mistakes instead of regretting. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള ശരിയായ സമയം എന്നാണ് പറയുന്നത്. കുറ്റബോധം കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ഓം, ദ യൂണിവേഴ്സൽ സൗണ്ട്. The universal sound Om, chanted to unlock profound spiritual growth, specifically focus on nurturing your crown chakra to attain a sense of eternity in your life. അപ്പോൾ ഓം എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് സ്നേക്ക് ആണ്, പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. The snake represents the throat chakra and its significance in purifying everything that enters your body. അപ്പോൾ ബി മൈൻഡ്ഫുൾ ആൻഡ് അറ്റൻറ്റീവ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സ്ഫുടമായിട്ട് സംസാരിക്കുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം. അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണമെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി കിങ് ഓഫ് വാൻസ് ആണ്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. ഈ എനർജി വളരെ സെൽഫിഷായൊരു എനർജിയാണ്.
മനസ്സിലായോ? സെൽഫിഷ് ആണെന്ന് ഈ പേഴ്സണ് മനസ്സിലാകുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പേഴ്സൻ്റെ. ഈ പേഴ്സൺ ഭയങ്കര സെൽഫിഷാണ്, സ്വന്തം ഇഷ്ടത്തിന് പെരുമാറുന്ന ഒരാൾ. ആകെ ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്, എല്ലാത്തിനോടും ഒബ്സസീവായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ഒരു എനർജിയാണിത്. ഈ പേഴ്സൺ ഈ വടിയിലേക്കാണ് നോക്കിക്കൊണ്ട്, ഇത് പവറാണ് ഈ പേഴ്സൻ്റെ. ഈ പവറിലേക്കാണ് ഈ പേഴ്സൺ എന്ന് വെച്ചാൽ, ഈ പേഴ്സൺ ബേസിക്കലി ഫിസിക്കൽ അട്രാക്ഷൻ ആണ് മറ്റുള്ളവരോട്, സ്നേഹം ആണെന്ന് ഈ പേഴ്സൺ സ്വയം തെറ്റിദ്ധരിക്കുന്ന ഒരു എനർജി. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി റിലേഷൻഷിപ്സ് തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരു മൊറാലിറ്റി എത്തിക്സ് ഒന്നുമില്ലാത്ത ഒരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ ആകെ കൂടെ ഈ പേഴ്സണ് വേണ്ടത് സ്വന്തം സാറ്റിസ്ഫാക്ഷനാണ്. അത് മാത്രമേ ഉള്ളൂ. ചുറ്റുമുള്ളവർ എങ്ങനെ, അത് ഈ പേഴ്സൻ്റെ പെരുമാറ്റം കൊണ്ട് ചുറ്റുമുള്ളവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അത് ഈ പേഴ്സണെ ബാധിക്കുന്ന കാര്യമല്ല. മനസ്സിലായി? അതുപോലെ പുതുമ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ പഴയതാകുമ്പോൾ, റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പഴയതാകുമ്പോൾ ഈ പേഴ്സണ് ബോറടിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണിത്. എപ്പോഴും മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുന്ന ഒരു എനർജിയാണെന്ന് വെച്ചാൽ, ചെയ്ത തെറ്റുകൾ സ്വന്തം തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധ്യം വരുമ്പോൾ, കുറ്റബോധം വരുമ്പോൾ, അത് നീ കാരണമാണ് ഞാനിത് ചെയ്തത്, നീയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പറഞ്ഞ് കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മുതുകത്ത് പഴിചാരി രക്ഷപ്പെടുന്ന ഒരു എനർജിയാണിത്. വളരെ സൂക്ഷിക്കേണ്ട എനർജിയാണ്. പെട്ടെന്ന് കരയുന്ന അല്ലെങ്കിൽ കരഞ്ഞു കാര്യങ്ങൾ സാധിപ്പിക്കുന്ന ഒരു എനർജിയാണിത്. ഇതൊരു മാരേജ് ഇതാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ മാരീഡ് ആണോ? പക്ഷേ തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടിയായിട്ട് ഈ പേഴ്സൺ മാരീഡ് ആണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു അവയർനെസ് വന്നിട്ടുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി വിവാഹം കഴിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എക്സ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു എനർജിയാണ്. എക്സ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇതുവരെ വിട്ടിട്ടില്ല, ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, പേഴ്സണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷനിൽ ഇപ്പം അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ ബോറടിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് വന്നത് കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇപ്പം തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷനിൽ നിന്ന് ഊരിപ്പോരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. നമുക്ക് ഇനി ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണ് നോക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ക്ഷമയില്ലായ്മ, അല്ലെങ്കിൽ ഇതിൽ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ലവേഴ്സാണ്, ഒരു സോൾമേറ്റ് കണക്ഷനാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. ഇപ്പോഴും ഇവർ തമ്മിൽ സ്നേഹം, ബന്ധമുണ്ട്, രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ക്ഷമയില്ലായ്മ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി പോരാ എന്ന് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മരിച്ച് പരിശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങി എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ്, ഹാങ്ഡ് മാൻ റിവേഴ്സാണ്. ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആവാനാണ് മിക്കവാറും
ചാൻസ് എല്ലാം റിവേഴ്സ് ആണോ എന്ന് നോക്കിയതാണ് കേട്ടോ. ഓക്കെ, ഇതിന്ന് റിലീസ് വേണം ഈ റിലേഷൻഷിപ്പിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ ഇത് വളരെ ക്ഷമയോടെ ഇരിക്കുകയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം വളരെ ക്ഷമയോടെ ഈ റിലേഷൻഷിപ്പ് പോകാതിരിക്കാനുള്ള മാക്സിമം ട്രൈ ചെയ്യുന്നത് തേർഡ് പാർട്ടിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഒരാൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ ട്രൈ ചെയ്യുന്ന മറ്റേ ആൾ ഇയാളെ ചങ്ങലക്കിട്ട് അവിടെ കെട്ടിപ്പൂട്ടിയിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ ഇവർ തമ്മിൽ. ജെമിനായ്, സ്കോർപിയോ, കാപ്രിക്കോൺ, പൈസീസ്, ഇത്രയും സോഡിയാക് സൈൻ ഉണ്ട് കാണിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് രണ്ട് തരം ഫീലിങ്സ് ആണ്. തേർഡ് പാർട്ടി മാരേജിന് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മാരീഡ് ആണ് ഇവർ. ഇപ്പോൾ ലോങ് ടേം വേണം, ഭയങ്കര കൺസർവേറ്റീവ് ആണ് തേർഡ് പാർട്ടി. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ട് തേർഡ് പാർട്ടിക്ക്. അപ്പോൾ പക്ഷേ ഈ പേഴ്സണലുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട്. പക്ഷേ എന്നാലും ഒരുമിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? വിവാഹം കഴിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്നത്. അതും തേർഡ് പാർട്ടി ഭയങ്കര ഇറങ്ങിപ്പോകണമെന്ന് തേർഡ് പാർട്ടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും കൺട്രോൾ ചെയ്തിട്ട് തേർഡ് പാർട്ടി ഈ പേഴ്സണെയും കൺട്രോൾ ചെയ്ത് റിലേഷൻഷിപ്പിൽ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തേർഡ് പാർട്ടിക്ക് തോന്നുന്നില്ല. അത് തോന്നി തുടങ്ങിയിട്ടുണ്ട് തേർഡ് പാർട്ടിക്ക്. മിക്കവാറും ഈ പേഴ്സൺ ഇറങ്ങിപ്പോകുമെന്ന്. അപ്പോൾ ഇവിടെ സ്റ്റാർ കാണിക്കും. സ്റ്റാർ എന്ന് വെച്ചാൽ ഹോപ്പ് ആൻഡ് ഡിസയർ. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണെങ്കിലും ഇത് ബെറ്റർ ആകും, നാളെ എങ്കിലും നന്നാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഒരു ഫ്യൂച്ചർ തേർഡ് പാർട്ടിക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ കാണുന്നില്ല തേർഡ് പാർട്ടിക്ക്. രണ്ട് റീകൺസിലിയേഷൻ കാർഡ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു കർമ്മഫലമാണെന്ന് കൂടി തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലമാണ് ഈ തേർഡ് പാർട്ടി അനുഭവിക്കുന്നതെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുത്തതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ പക്ഷെ ഇവിടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇപ്പോൾ സ്നേഹമില്ല. അടുത്തറിഞ്ഞപ്പോഴാണ് തേർഡ് പാർട്ടിക്ക് അത് മനസ്സിലായത്. ആദ്യം ഇവരുടെ സിറ്റുവേഷനിൽ ഇതിൽ കാണിക്കുന്നുണ്ട്, ലവേഴ്സിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയുടെ മാത്രം ഫീലിങ്സ് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സ്നേഹിക്കുന്നില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, അത് പോയി എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ സിറ്റുവേഷൻസ് ഇപ്പോൾ പുതിയൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയും പുതിയ തേർഡ് പാർട്ടിയും ഈ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഏതാണ് ബെറ്റർ, ഏതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, ഏതാണ് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തമ്മിലുള്ള ഇതായിരിക്കാൻ നോക്കുന്നത്. എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ രണ്ടാമതൊരു ചിന്ത തുടങ്ങിയിട്ടുണ്ട്, ഇതിലേതാണ് ബെറ്റർ എന്ന്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? കാരണം ഈ പേഴ്സണ് ഇത് ഫിനാൻഷ്യലി പ്രശ്നമുണ്ട്. പല തേർഡ് പാർട്ടികളാകുമ്പോൾ ഫിനാൻഷ്യലി പേഴ്സൺ പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ കൂടുതൽ പൈസ ചിലവായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി കണക്ഷനിൽ പേഴ്സൺ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തേർഡ് പാർട്ടിയെ. അപ്പോൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന പൈസ അതിൽ കുറവ് വരുന്നുണ്ട്. അതുമല്ല തേർഡ് പാർട്ടി മുമ്പ് ഈ പേഴ്സണോട് പെരുമാറിയ കാര്യങ്ങളെല്ലാം പേഴ്സൺ ഓർക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കുമ്പോൾ പേഴ്സൺ തേർഡ് പാർട്ടിയായിട്ട് ഒട്ടും കണക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ പയ്യെ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങി പോവുകയാണ്. ബാലൻസ് ഒന്നും ഇവിടെ ഇത് കൊണ്ടുവരാൻ പേഴ്സൺ ഒരു ബാലൻസ് കൊണ്ടുവരാൻ, ഒരു സന്തോഷം കൊണ്ടുവരാനായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇനി ഞാൻ ട്രൈ ചെയ്യില്ല, ഇനി ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ആദ്യമൊക്കെ തേർഡ് പാർട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ തേർഡ് പാർട്ടിയോട് ഒരു സ്നേഹമില്ല നിങ്ങളുടെ പേഴ്സണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? നമുക്ക് തേർഡ് പാർട്ടിയുടെ ആക്ഷൻ നോക്കണ്ട, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, അതാണ് നമ്മൾ നോക്കേണ്ടത്.
തേർഡ് പാർട്ടി എന്ത് ആക്ഷൻ എടുത്താലും നിങ്ങളുടെ പേഴ്സൺ ആണ് ആക്ഷൻ എടുത്തതിനാണ് നിങ്ങൾക്ക് റിസൾട്ട് വരാൻ പോകുന്നത്. പല പ്രാവശ്യം ഇവർ വഴക്കുണ്ടാക്കി പിരിഞ്ഞു, പിന്നെയും ചേർന്നു, പിന്നെയും പിരിഞ്ഞു, പിന്നെയും ചേർന്നു. അപ്പോൾ ഇവിടെ ഒരു ഇനിയും ഒരു ഒരു ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിലൊരു പേർപ്പസ് ഉണ്ടോ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. കാരണം പേഴ്സൺ നോക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞു. ഇവിടെ കുറേ ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സണെ ചതിച്ചിട്ടുണ്ടാവും, ഈ പേഴ്സണായിട്ട് തേർഡ് പാർട്ടി ചതിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനും ഭയങ്കര അടിയും ബഹളവുമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ക്ലാരിഫൈ ചെയ്ത് കിട്ടും. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ അടുത്ത ആക്ഷൻ എടുക്കാൻ പോകുന്നത്. ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള കാര്യം. പക്ഷേ വിവാഹം എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇതിനകത്ത് അതുപോലെ തേർഡ് പാർട്ടി വല്ല കൂടോത്രം അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എന്തോ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോകാമെന്ന് നിങ്ങളുടെ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വല്ല എന്താ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഇതിനുള്ള പ്രതിവിധിയൊക്കെ അന്വേഷിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ. അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഭയങ്കര ബഹളത്തിലാണ്. തേർഡ് പാർട്ടി അറിയും. അപ്പോൾ ഇവിടെ എന്തായാലും ബഹളം ഉണ്ടാവും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. വെർഗോ, പൈസസ്, ടോറസ് ഭയങ്കര ഇമോഷണലി ഭയങ്കര പ്രശ്നമാണ് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ ഈ കൂടോത്രമൊക്കെ ചെയ്യുമ്പോൾ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുടിയൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. മണ്ണ്, മുടി അതൊക്കെയാണ് കൂടോത്രത്തിന് വേണ്ടി ചവിട്ടി നടക്കുന്ന മണ്ണില്ലേ, അതൊക്കെയാണ് കൂടോത്രം എടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് നമുക്ക് ഈ കൂടോത്രം മാറ്റി നിർത്തുക ബ്ലാക്ക് മാജിക്. അത് നമുക്ക് ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടാവും. മുടി ഉള്ളിൽ ചെല്ലരുതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുടലൊക്കെ ഭയങ്കര സോഫ്റ്റാണ് അല്ലേ. അപ്പോൾ മുടി എന്നൊരു പറയുന്ന സാധനം പൊട്ടില്ല പെട്ടെന്ന്. അതിങ്ങനെ ചുറ്റി വരിഞ്ഞ് കഴിഞ്ഞാൽ കുടലൊക്കെ മുറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഭ്രാന്തൊക്കെ വരും. ഈ സാധനം മുടി കൂടുതലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ സിസ്റ്റം തന്നെ മാറ്റിക്കളയും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നത്. തിരിച്ചടിക്കുന്നു പറയില്ലേ, അത് ഇങ്ങനെയാണ് തിരിച്ചടിക്കുന്നത്. ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ആരോടെങ്കിലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടാവുമെന്ന്. അക്വാരിയസ്, സാജിറ്റേറിയസ്, Aquarius, Aries, Taurus, Libra, Aquarius, Leo, Gemini, Scorpio, കുറേ zodiac signs കാണിക്കുന്നുണ്ട്. Taurus, Pisces, Scorpio, Capricorn, ജെമിനായി. ഇതാണ് ആദ്യത്തെ റീഡിങ്. നമ്മളപ്പോൾ ആദ്യത്തെ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്ത റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് രണ്ടാമത്തെ റീഡിങ് എടുക്കാം. ഓറക്കിൾ മെസ്സേജസ് നോക്കണം ആദ്യം. ഓക്കെ, ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭവാനി ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഈ ഇതിൽ വരുന്ന ആക്ഷൻസ്, നെക്സ്റ്റ് ആക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം 2025 പ്രാവർത്തികമാകുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. ഭവാനി നമ ശിവായ, ഓം 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 നമ ശിവായ. ഒരു കാർഡാണ് വന്നിട്ടുള്ള ഗുഡ് ഫോർച്യൂൺ, ബ്ലെസ്സിങ്സ് ഓഫ് ശിവ. മേ ദ ബെനവലന്റ് ബ്ലെസ്സിങ്സ് ഓഫ് ലോർഡ് ശിവ continually illuminate your path.
You are regarded as a cherished child of the divine deity, bestowed with his divine grace. അപ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നല്ലോണമുള്ള ആളാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ദൈവാനുഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ണിൽ കൊള്ളേണ്ട കാര്യങ്ങൾ പലതും ദൈവം പുരുകത്തിൽ കൊണ്ടിട്ട് മാറ്റിത്തരാറുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ 3 of Pentacles ആണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒപ്പം ജോലി ചെയ്യുന്നവരായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് അപ്രൻറ്റീസിൻ്റെ കാർഡാണ്. ഒരാൾ ഉയർന്ന, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന, ഒരുമിച്ച് കമ്പനി നടത്തുന്ന, അല്ലെങ്കിൽ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ജൂനിയർ ആവാം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ജൂനിയർ ആവാം. എങ്ങനെയായാലും അതാണ് കാണിക്കുന്നത് ഇവിടെ. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണത്. മണി റിലേറ്റഡും ആണത്. ചാരിയറ്റ്. ഒരാൾ റിലേഷൻഷിപ്പ് 3 of Pentacles റിവേഴ്സ് വന്നേക്കുന്നുണ്ടോ? ഒരാൾ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഒഫീഷ്യൽ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് മാറണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റേ ആൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, മറ്റേ ആൾക്ക് അതിന് ആഗ്രഹമില്ല. അപ്പോൾ അത് പ്യോർലി ബിസിനസ് അല്ലെങ്കിൽ ഓഫീസ് റിലേറ്റഡ് ആയിരിക്കണം ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലൂടെ. ക്യാൻസർ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, മറ്റേ ആൾ റിലേഷൻഷിപ്പിനെ ഒഫീഷ്യൽ അല്ലാതെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിനെ മറ്റേ ആളെ എതിർക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? Two of Cups കാണിക്കുന്നുണ്ട് ഇവിടെ. യൂണിഫൈഡ് ലവ്, പാർട്ട്ണർഷിപ്പ്, മ്യൂച്വൽ അട്രാക്ഷൻ. ഇവർ തമ്മിലൊരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. ഒരു പ്രപ്പോസൽ വരുന്നുണ്ട് ഒരാളുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഒരാൾ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഇതിനകത്ത് സിംഗിളാണ്. തേർഡ് പാർട്ടി ചിലപ്പോൾ സിംഗിൾ ആയിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടി സിംഗിൾ ആണെങ്കിൽ ഡിവോഴ്സ്ഡ് ആവാം, കുറച്ച് പ്രായമുള്ള ഒരു എനർജി ആവാം, ഭർത്താവ് മരിച്ചതോ ഭാര്യ മരിച്ചതോ ആയ ഒരു എനർജി ആവാം. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ സിറ്റുവേഷനിൽ കുറച്ച് നാണിക്കുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ മിണ്ടാപ്പൂച്ച, മീൻസ് എന്താ പറയുക, ആരും അറിയാതെ പാൽ കുടിക്കുന്ന പൂച്ച അല്ലേ. അപ്പോൾ പൂച്ചയുടെ കണ്ണടച്ച് പൂച്ച പാൽ കുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം ആരും കാണുന്നില്ല എന്നാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഒരാൾ ഇതിനകത്ത്. മറ്റേ ആൾ സിംഗിളാണ്, ഡിവോഴ്സ്ഡ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർ മരിച്ച ആരോ ഒരാളാണിത്. എന്തായാലും ഇവർ തമ്മിലൊരു ഒരു ഒരു ഫ്യൂച്ചർ, ഒരു റിലേഷൻഷിപ്പ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവർ തമ്മിൽ. മനസ്സിലായോ? ഇവരൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന 2 പേരാണ്. അപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട് ഇവർ തമ്മിൽ. എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്വീൻ ഓഫ് കപ്സ് കണ്ടു, അത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഇവിടെ ഒരു ചോയ്സ് എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷേ അതിനെ ഉപേക്ഷിക്കാനാണ് ഒരാളുടെ പ്ലാൻ. മനസ്സിൽ 2 പേർക്കും അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഒരാൾ ആ അട്രാക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ഫ്യൂച്ചറിൽ പ്രശ്നമുണ്ടാവും, അതുപോലെ തന്നെ ഇതൊരു ടവർ മൊമെൻറ്റിലേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകും എന്നൊരു ബോധമുള്ളത് കൊണ്ടാണ്. ഈ ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ശരിക്കും ഒരാളുടെ സ്വഭാവം ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇതൊരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്താണെന്ന് വെച്ചാൽ, കാണുമ്പോൾ പബ്ലിക്കിന് കാണിക്കുന്നത് ഒരു മുഖമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, എല്ലാവരോടും സഹകരിക്കുന്ന ഒരു എനർജിയാണ്, എല്ലാവരോടും ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ഈ സെൽഫിഷ്നെസ്, സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ കുഴി ചാടിക്കുന്ന ആ ഒരു കാര്യം, ഇവരുടെ ഉള്ളിലുള്ള ഈ കള്ളത്തരം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടോ, അതോ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിലുള്ള ഈ കള്ളത്തരം തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്കോർപിയോ ആണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്ന എനർജി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റെസിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തേർഡ് പാർട്ടി
അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അത് ഇല്ലില്ല ശരിയാവില്ല, നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകാം, ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുന്നതാണോ, അതോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യുന്നത്? ഇത് റെസിസ്റ്റിംഗ് കാർഡ്, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. എന്നാലും ഒരു പ്രാരാബ്ധം, ഇതൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടിക്ക് ബിസിനസ് റിലേറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സണോടുള്ള. അപ്പോൾ തേർഡ് പാർട്ടിയാണ് പറയുന്നത് നമുക്ക് റിലേഷൻഷിപ്പ് ഒഫീഷ്യൽ ആയാൽ മതി, അല്ലാതെ നമുക്ക് വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തേർഡ് പാർട്ടിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണാണ് ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമാണ്, പക്ഷെ അതൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. മേ ബി ഇവരൊരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലോ മാരീഡോ ആയതുകൊണ്ട് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ എതിർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ എന്ന് തേർഡ് പാർട്ടി പറയുന്നുണ്ട് നിങ്ങളോട്, നിങ്ങളുടെ പേഴ്സണോട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ പോയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു തുഞ്ചത്ത് നിൽക്കുകയാണ് അവർ. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എന്തെടുക്കും, നിങ്ങളുടെ തേർഡ് പാർട്ടി അതിനനുസരിച്ചാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. അതുവരെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ റെസിസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജെമിനായി കാണിക്കുന്നുണ്ട്, ജെമിനായി മാത്രമേ ഉള്ളൂ ഇവിടെ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോഴത്തെ? നിങ്ങളുടെ പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, എടുത്തു ചാടണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആരോ ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ എക്സ് എപ്പോഴും തേർഡ് പാർട്ടിയുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതൊരു എതിർപ്പായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത് തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്ന്. തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും പാർട്ടിലാക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ചാണ് എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ വളരെ ആലോചന, കാരണം ഇവരുമായിട്ട് വഴക്കായി കഴിഞ്ഞാൽ, ഇവരുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇവരുടെ ഒഫീഷ്യൽ റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നൊരു, ഈ ഫോറിനേഴ്സിൻ്റെ ഇത് കോൺസെപ്റ്റ് ഉണ്ട്, ഓഫീസ് ഹസ്ബൻഡ് ഓഫീസ് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ വീട്ടിൽ വൈഫിനോടും ഹസ്ബൻഡിനോടും സമയം സ്പെൻഡ് ചെയ്യുന്നത് രാത്രി ഉറങ്ങാൻ ചെല്ലുമ്പോൾ, ഹോളിഡേയ്സിനും ഉറങ്ങാൻ ചെല്ലുമ്പോഴുമാണ് നമ്മൾ, എന്ന് വെച്ചാൽ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴും, അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ ഏതാ ഹോളിഡേയ്സ് വെച്ചാൽ അങ്ങനെ, അപ്പോഴാണ് ശരിക്കും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെ. ഓഫീസ് ഹസ്ബൻഡും ഓഫീസ് വൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ചാണ് എത്രയോ മണിക്കൂറുകൾ അല്ലേ. അപ്പോൾ 8 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടതെങ്കിലും ഒരു 12 മണിക്കൂറെങ്കിലും ഓഫീസ് ജോലി ചെയ്യുന്നവരാണ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ, അത് മീറ്റ് ചെയ്യാൻ കൂടുതൽ സമയം അവർ ഓഫീസിലുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകുക. അങ്ങനെ വരുന്ന റിലേഷൻഷിപ്പുകളാണ് ഇത്. അപ്പോൾ കൂടുതൽ സമയവും അവർ ഓഫീസിലുള്ള ആളുകളുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തതാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുത്തിട്ടില്ല, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു കാര്യത്തിലാണ് ഇവർ തമ്മിൽ ഉടക്കുള്ളത്. നിങ്ങളുടെ പേഴ്സൺ രണ്ട് റിലേഷൻഷിപ്പ് ഒരേപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചാൽ മാത്രമേ ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു തേർഡ് പാർട്ടി കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ച് പഴകിയ റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ എല്ലാം ഉണ്ട് റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയും ഈ രണ്ട് റിലേഷൻഷിപ്പും ഒരേ സമയം കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം. അതിനാണ് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത് 2025ഓടുകൂടി? ക്വീൻ ഓഫ് കപ്സ്, അൺകണ്ടീഷണൽ ലവാണ് ക്വീൻ ഓഫ് കപ്സ്. എന്നുവെച്ചാൽ ഇതൊരു ഈ രാജ്ഞി സ്നേഹത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അതിനർത്ഥം ഈ രാജ്ഞിക്ക് ശരിക്കും മുമ്പിലിരിക്കുന്ന ആളാരാണെന്ന് അറിയില്ല.
സ്നേഹത്തിനെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണിത്. ഇവർ മിക്കവാറും കുറേ മിഥ്യാബോധം, സ്വപ്ന ലോകത്തൊക്കെ ജീവിക്കുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഇതാണ്. നിങ്ങളെ അപ്പം നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, നിങ്ങളാണ് അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെ ചൂസ് ചെയ്യാനാണ്. ഇപ്പം ഇവിടെ ഒരു എംപ്രസ് ഉണ്ട്, ഒരു ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ഇതിലേത് ചോയ്സ് എടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിലേതാണ് നിങ്ങളാണോ ക്വീൻ ഓഫ് കപ്സ്, അതോ നിങ്ങളാണോ എംപ്രസ്? മനസ്സിലാവുണ്ടോ? അപ്പോൾ എംപ്രസിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് അവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് നമ്മൾ കണ്ടത്. ഈ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ്റെ എനർജി, സിംഗിൾ എനർജി, ഡിവോഴ്സ്ഡ് ആയ എനർജി. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ ചോയ്സ് എടുക്കാൻ പോവുകയാണ്. തേർഡ് പാർട്ടിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിൽ ആരെയാണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ അബാൻഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊരു പ്ലാനിങ്ങോട് കൂടി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോ നിങ്ങളെയോ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സൺ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളുമായിട്ട്, തേർഡ് പാർട്ടിയോട് സ്നേഹമുണ്ട്, മനസ്സിലായോ? അതും ഫിസിക്കൽ അട്രാക്ഷൻ കൂടി ഉണ്ട്, ഒബ്സസ്ഡ് ആണ്. രണ്ടുപേരെയും നിങ്ങളുടെ പേഴ്സണ് വേണം, മനസ്സിലായോ? രണ്ടുപേരോടും നിങ്ങളുടെ പേഴ്സണ് സ്നേഹമുണ്ട്. അതെങ്ങനെയാണ് പോസിബിൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ രണ്ടുപേരെയും നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ റെഡിയല്ല. രണ്ട് റിലേഷൻഷിപ്പും ഒരേപോലെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാമോ? അറിയുമായിരിക്കാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിങ് കാണുന്നത്. എന്തായാലും ഒബ്സെസ്ഡ് ആണ്. രണ്ട് റിലേഷൻഷിപ്പും ഒപ്പം കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അതിന് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ പോസിബിൾ ആക്കിയെടുക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ക്യാൻസർ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. വളരെ സ്ലോ ആയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ എങ്ങനെ ഇത് കുറച്ച് കണ്ണിങ് ഇതും കൂടെ ഉള്ള ഒരു ആളാണിത്, സ്ത്രീ ആയാലും പുരുഷനായാലും. എങ്ങനെ രണ്ടും കൂടെ ഒപ്പം കൊണ്ടുപോകാമെന്നാണ്. പക്ഷെ രണ്ടുപേരും സമ്മതിക്കില്ലല്ലോ അത്. സാജിറ്റേറിയസ്, ജെമിനായി, സ്കോർപിയോ, ക്യാൻസർ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. അപ്പം നമുക്കിനി ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാം. ഇതാണ് ഫൈനൽ റീഡിങ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി ആണിത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പോൾ നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഫാമിലി, ഒരു കാർഡേ മറിഞ്ഞിട്ടുള്ളൂ. ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. Your family requires more emotional support than financial. Spend time with your family. അപ്പോൾ നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 24 മണിക്കൂറും ജോലിയിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ് ഓറക്കിൾ മെസ്സേജ്, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ പണത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് ആവശ്യം എന്നാണ് പറയുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയും അതുകൊണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയിലേക്ക് പോയത് എന്നും ഒരു ഇത് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ പൂച്ചക്കുട്ടി പൂർക്കം വലിക്കുന്ന സൗണ്ടാണ്. അപ്പോൾ ഇത് ഓറക്കിൾ മെസ്സേജ് ഓവറോൾ എനർജി ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി ഹെർമിറ്റ് ആണ്. ഇത് സീക്രട്ട് ആയിട്ടൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പേഴ്സണോട്, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളെ കൈയോടെ പിടിച്ചാൽ പോലും നിങ്ങളുടെ പേഴ്സൺ പറയും, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും.
മുഖത്ത് നോക്കി നുണ പറയാൻ പറ്റുന്ന ഒരു എനർജിയാണിത് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ രണ്ടുപേരും അതുപോലെ അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ കൺട്രോളിലായിരിക്കാൻ വഴിയുണ്ട് തേർഡ് പാർട്ടി. എന്തായാലും ഇവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സീക്രട്ടീവ് ആണെന്നാണ് പറയുന്നത്. ഹെർമിറ്റ് വെർഗോ സോഡിയക് സൈൻ ആണിത്. പെർഫെക്ഷൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ. ആക്ഷൻ ഒന്നും ആയിട്ടില്ല ഇവിടെ കേട്ടോ. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സീക്രട്ടീവ് ആണ്. അതുപോലെ ഇത് സ്റ്റക്കാണ്. ഇത് ഒരു മൂവ്മെൻറ്റും ഇല്ല ഇവിടെ, ഹാപ്പിനെസ്സും ഇല്ല ഇവിടെ, ഒരു ആക്ഷനും നടക്കുന്നില്ല. ഇത് റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ലിയോ വെർഗോ ആണിത്, അക്വയറിയസ് ലീബ്ര ജെമിനായി. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ മൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല, റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പ് ഇവിടെ ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ട്, തേർഡ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു മോട്ടിവേഷൻ ഇവിടെ കാണുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആണ്, റിഗ്രറ്റ്, ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഇവിടെ ഒരു കൈവിട്ട് പോയതുപോലെ ആരുടെയോ സിറ്റുവേഷൻ കൊണ്ട്, ആരുടെയോ പെരുമാറ്റം കൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലെയർ എനർജി കാണിക്കുന്നുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ പ്ലെയർ എനർജി ചിലപ്പോൾ പുറത്തുനിന്ന് ഒരു തേർഡ് പാർട്ടി വേറൊരു റിലേഷൻഷിപ്പ് വന്ന് കയറിയിട്ടുണ്ടാവും. ഇവരുടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് വേറൊരു തേർഡ് പാർട്ടി വന്ന് കയറിയിട്ടുണ്ട്. അവിടെ ഒരു പ്ലെയർ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇതിനകത്ത് പ്ലെയർ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ആണോ തേർഡ് പാർട്ടി ആണോ പ്ലെയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ റെസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യുന്നു. എന്തായാലും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇവരുടെ, ഇപ്പം സ്റ്റക്കായതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ ഉഴപ്പി. അപ്പോൾ അതിൻ്റേതായ റിഗ്രറ്റ്സ് റിലേഷൻഷിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയാണോ നിങ്ങളുടെ പേഴ്സണെ അടുപ്പിക്കാത്തത്, നിങ്ങളുടെ പേഴ്സൺ ആണോ തേർഡ് പാർട്ടി അടുപ്പിക്കാത്തത്? ഇവിടെ ഓഫേഴ്സ് ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലാനിങ് മാത്രമേ, മനസ്സിൽ പല പ്ലാനിങ് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ആക്ഷനിലേക്ക് പോയിട്ടില്ല. റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുമില്ല, അതിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ ആരോ ഒരാൾ ഇവിടെ ക്ഷമ പറയണം എന്ന് മറ്റേയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാളത് ചെയ്യുന്നില്ല. ഒരാൾ അതിന് ക്ഷമ പറയാൻ തയ്യാറല്ല. മറ്റേയാൾ നിങ്ങൾ ക്ഷമ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്, മൂവ്മെൻ്റ് ഇല്ല, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടുമില്ല. ഇവിടെ ചോയ്സ് എടുക്കേണ്ട കാര്യം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ഒന്നും കണ്ടില്ല ഇവിടെ ഇതിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഒരു ആക്ഷൻ എടുക്കുന്നില്ല തേർഡ് പാർട്ടി. സ്നേഹമുണ്ട് നിങ്ങളുടെ പേഴ്സണോട്, ഭയങ്കര സ്നേഹമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണോട്. അപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും മിക്കവാറും ഉഴപ്പിയതും. ഈ തേർഡ് പേഴ്സൺ കണ്ടുപിടിച്ചിട്ടുണ്ടാവും തേർഡ് പാർട്ടിയുടെ ഉഴപ്പ്, മനസ്സിലായോ? പക്ഷേ തേർഡ് പാർട്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല ഇവിടെ. ഇവരെ അപ്പോളജൈസ് ചെയ്യാനായിട്ട് റെഡിയല്ല, പക്ഷെ അവരൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളുടെ പേഴ്സണും ഇവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. ഇത് ചിലപ്പോൾ ഇവിടെ ഒരു മാരേജ് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഓൾറെഡി മാരീഡ് ആണ്, നിങ്ങളുടെ പേഴ്സണും മാരീഡ് ആണ്. അപ്പോൾ കല്യാണം കഴിച്ച രണ്ടുപേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും ഡിവോഴ്സ് എടുക്കണം, അതും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല ഇവിടെ കേട്ടോ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര ഇഷ്ടമുണ്ട്, ഭയങ്കര സ്ട്രെസ്സിലാണ്. പക്ഷേ അവരുടെ ഈഗോ കാരണം അവർ നിങ്ങളുടെ പേഴ്സണോട് സോറി പറയാൻ റെഡിയല്ല. ഇവിടെ അക്വയറിയസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണോ മുമ്പോട്ട്? ഇപ്പോൾ ഫീലിങ്സ് ഒന്നുമില്ല തേർഡ് പാർട്ടിയോട്, ഇത് വേണ്ട എന്ന് ഒരു ചിന്തയുണ്ട്. എന്നാലും ഒരു ന്യൂ ബിഗിനിങ്ങിൽ ട്രൈ ചെയ്താലോ എന്നും നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത് തേർഡ് പാർട്ടി സോറി പറഞ്ഞാലും മാത്രം. അപ്പോൾ
എന്തെങ്കിലും ബെനിഫിറ്റ് വേണം നിങ്ങളുടെ പേഴ്സൺ, എന്നാലേ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകുള്ളൂ. ഇപ്പോൾ ഹാപ്പിനെസ് ഒന്നുമില്ല റിലേഷൻഷിപ്പിൽ, ഇവർ തമ്മിൽ ഇപ്പോൾ കോൺടാക്റ്റും ഇല്ല, നോ കോൺടാക്റ്റിലാണ് ഇവർ. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നതിൻ്റെ ആവശ്യമില്ല എന്നാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇതൊരു മണി റിലേറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പണം മേടിച്ചിട്ടുണ്ടാവാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ഈ റിലേഷൻഷിപ്പ്. ഒരു എന്താ പറയുക, ഇവിടെ ഒരു ജസ്റ്റിസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ജസ്റ്റിസ് ചെയ്തില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അവരും മാരീഡാണ്, നിങ്ങളുടെ പേഴ്സണും മാരീഡാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കാവുന്ന പണത്തിനും സമയത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. കാരണം അവർക്ക് അവരുടേതായ ഫാമിലി ഉണ്ട്. ഇവിടെ കുറേ സീക്രട്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സ്പൈ ചെയ്തിട്ടാണ് അവർ ചെയ്ത കള്ളത്തരമെല്ലാം കണ്ടുപിടിച്ചത്. അതാണ് തേർഡ് പാർട്ടിയോട് ഇത്രയും ദേഷ്യം. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സണിനോട് നുണ പറഞ്ഞു തേർഡ് പാർട്ടി. അത് നിങ്ങളുടെ പേഴ്സൺ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കള്ളത്തരം കാണിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് സ്നേഹമൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സൺ എന്നാലും തേർഡ് പാർട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ സീക്രട്ടായിട്ട്. എന്താണ് അവരുടെ ആക്ഷൻ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? 7 of Pentacles. കൺഫ്യൂഷനാണ്. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പല വഴികളും നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തിരിച്ച് കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ പല വഴികളും ആലോചിക്കുന്നുണ്ട്. കാരണം ഇതൊരു ലോങ് ടേം പ്ലാനിങ്ങിലും, കാരണം ഇത് രണ്ടും മാരീഡ് ആയ രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവിടെ ഇത് എന്താണ് പറയുക, അവിടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം രണ്ടുപേർക്കും ഓൾറെഡി മാരീഡാണ്, ഓൾറെഡി ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അത്രയേ നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ മേ ബി ഒരു കാര്യം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ എന്ന് വെച്ചാൽ, ഞാനും നിന്റെ ഭർത്താവും അല്ലെങ്കിൽ ഞാനും നിന്റെ ഭാര്യയും, അല്ലാതെ വേറെ ആരും നമ്മളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പാടില്ല എന്നൊരു നിർബന്ധം ഇവർ വെക്കാറുണ്ട്. പക്ഷേ മിക്ക തേർഡ് പാർട്ടി മാരീഡായ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ അവിടെ പല തേർഡ് പാർട്ടികൾ വന്ന് കയറാറുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ പല തേർഡ് പാർട്ടികൾ വന്ന് കയറിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലല്ല, തേർഡ് പാർട്ടിയുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോട് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് കുറച്ചും കൂടെ ഒരു സിംഗിളായ എനർജിയെ റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ അത് വിവാഹത്തിലേക്ക് എത്തുമോ, പിന്നെ അവിടെ അവർ പ്രശ്നം ഉണ്ടാക്കും വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ രണ്ടാമത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വിവാഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സംസാരിക്കാൻ ഒരാൾ അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ ഒരാൾ, അത്രയൊക്കെ നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന് വേണ്ടി പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് ചെന്ന് ഇതൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി വരികയാണെങ്കിൽ ഓക്കെ നമുക്ക് ആലോചിക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് അങ്ങനെ ഒരു 10 of Pentacles, ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അത് രണ്ടുപേരും മാരീഡ് ആയതുകൊണ്ട് അവിടെ റെസ്പോൺസിബിലിറ്റീസ് കുറവാണ്. ഭർത്താവുള്ള ഒരു സ്ത്രീയാകുമ്പോൾ ഭർത്താവ് കാര്യങ്ങൾ നോക്കും, ഭാര്യയുള്ള ഭാര്യ കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോൾ തേർഡ് പാർട്ടിക്ക് അതവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അതുകൊണ്ടായിരുന്നു ഇവരുടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് പോലെയാണ് ഇവർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു എൻഡ് വരുമോ? എൻഡ് പക്ഷേ കാല് പിടിക്കാനൊന്നും റെഡിയല്ല. എൻഡ് ആവുകയാണെങ്കിൽ ഓക്കെ പൊക്കോട്ടെ. അപ്പോൾ തേർഡ് പാർട്ടി വരികയാണെങ്കിൽ ഒരു ഓഫർ കൊടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു വഴക്കുണ്ടാവാനും ഇവിടെ കുറേ മൈൻഡ് ഗെയിംസ് കളിക്കാനൊക്കെ നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ടൊന്നും ഞാൻ സമ്മതിച്ച് കൊടുക്കില്ല. എന്തായാലും തേർഡ് പാർട്ടി വരികയാണെങ്കിൽ തേർഡ് പാർട്ടിയെ കുറച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകുള്ളൂ എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. 2025 തേർഡ് പാർട്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പ് പിന്നെയും തുടങ്ങാൻ ചാൻസ് ഉണ്ട്. സ്കോർപിയോ, Cancer, Libra,
അക്വാരിയസ് പിന്നെയും ഒരു കുഞ്ഞു കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, പിന്നെ ലിയോ, വെർഗോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ റീഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വളരെ സക്സസ്ഫുള്ളായ ഒരു 2025 ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ തരത്തിലും കേട്ടോ, റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും എല്ലാ തരത്തിലും നല്ലൊരു 2025 നിങ്ങൾക്ക് പുതുവർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ നിമിഷം വരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക, ആഘോഷങ്ങളാണ്, സൂക്ഷിക്കുക, വെള്ളമടിച്ച് വണ്ടിയൊന്നും ഓടിക്കാതിരിക്കുക. ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരേ ലെവലിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.